ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹ് അള്ളാഹുവിലേക്കുള്ള വസീലയാണ്. ദിക്റുള്ള ശരിയാകണമെങ്കിൽ നമ്മുടെ കൽബിൽ ആരുണ്ടാകണം? മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇതുപോലൊരു ഒരു നേതാവ്, ഒരു സൃഷ്ടി വേറെ ഏതാണുള്ളത്? നമ്മളൊരു നന്മ ചെയ്യുന്നത് കാണുമ്പോൾ അള്ളാഹനെ സ്തുതിക്കും, നമ്മളൊരു തിന്മ ചെയ്യുന്നത് കാണുമ്പോൾ മുത്തുനബി വേദനിക്കും. സയ്യിദുനാ റസൂലുള്ളാഹ്. നമ്മൾ രഹസ്യമായും പരസ്യമായിട്ട് ചെയ്യണ തിന്മകൾ കാണുമ്പോൾ വേദനയാണ് മുത്തുനബിക്ക്. എൻ്റെ കുട്ടി ഇങ്ങനെ ആയിപ്പോയല്ലോ എന്നാ. അതുപോലെ വേദനിക്കുന്നൊരു മനുഷ്യൻ ആരാളുള്ളത് ലോകത്ത്? നിരന്തരം നമ്മളെ തന്നെ ചിന്തിച്ചിരിക്കുന്ന ഒരു നേതാവ്. നാളെ മഹ്ശറിൽ ചെല്ലുമ്പോൾ ഫാത്തിമ, അലിയെ എന്നൊന്നുമല്ലല്ലോ വിളിക്കണേ, ഉമ്മത്തി ഉമ്മത്തി, എൻ്റെ ഉമ്മത്തേ എൻ്റെ ഉമ്മത്തേ. നിരന്തരം ഈ ചിന്തയില്ലാതെ ആ നേതാവിന് വേറെന്തുള്ളത്? സയ്യിദുനാ റസൂലുള്ളാഹ്. أوقفت العمر عليه بمديح بين يديه فوضت الأمر إليه فاختر لرسول الله صلى الله محمد صلى الله عليه وسلم ومدحت بطيبة طه ودعوت بطه الله أن يحشرني أواها بلواء رسول الله صلى الله عليه وسلم. سلام ووقفت على الأعتاب وبكيت له بالباب وبصفح دون عتاب قد جاد رسول الله صلى الله عليه وسلم. صلى الله سلام فشعرنا به يسمعنا لم يكد الكون يسعنا رباه به فاجمعنا على حوض رسول الله صلى الله صلى الله على محمد. മനസ്സറിഞ്ഞ് ചൊല്ലിക്ക്. اللهم صل على سيدنا محمد النبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد النبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد النبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد النبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد النبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد النبي الأمي وعلى آله وصحبه وسلم.
ظلمت سنة من أحيا الظلام إلى أن اشتكت قدماه اللر من ورمي الله 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 لو وشت من سغابين أحشاءه وطابا تحت الحجارة كشحا مترف الآدمي الله 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 قالوا نبينا الآمر ناهي فلا أحد أبر في قولنا منه ولا نعمي الله 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 هو الحبيب الذي ترجى شفاعته لكل هول من الأهوال مقتحمي الله 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 സംഗതിയെ നമുക്ക് ഈ ദിക്റിന്റെ ഒന്നൊരു വില മനസ്സിലായിട്ടില്ല. ഒരിക്കൽ ഒരു ഷെയ്ഖിന്റെ അടുത്ത് അദ്ദേഹത്തിന്റെ മുരീദ് ചെന്നപ്പോ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ദിക്ർ ഇങ്ങനെ കൽബിലേക്ക് പകർന്നു കൊടുക്കാൻ, എന്നിട്ട് കയ്യിലൊരു തസ്ബീഹമാല കൊടുക്കാനുണ്ട്. പ്ലാസ്റ്റിക്കിന്റെ തസ്ബീഹമാലയാണ്. ആ ഷെയ്ഖിന്റെ സന്തത സഹചാരിയായ ഒരു മനുഷ്യൻ കൂടെ ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു ആ മുരീദിനോട്, മോനെ, നീ ഈ പ്ലാസ്റ്റിക് മാല മുത്തും പവിഴമൊക്കെ ആക്കി മാറ്റണം. നിന്റെ ദിക്റിലൂടെ ഇതിനെന്ത് ചെയ്യണം? മുത്തും പവിഴമൊക്കെ ആക്കി മാറ്റണം. അപ്പൊ അദ്ദേഹം ചോദിക്കുന്നുണ്ട്, ഹൗസ് ഇറ്റ് പോസിബിൾ? അതിപ്പോ എങ്ങനെ നടക്കുക? ഒരു പ്ലാസ്റ്റിക് സാധനത്തിന് ദിക്ർ ചൊല്ലിയാല് മുത്തും പവിഴമൊക്കെ ആക്കി മാറ്റാൻ കഴിയുമോ? നമ്മുടെ ഈ ദുനിയാവിൽ തന്നെ ചില കാഴ്ചകൾ പടച്ചോൻ കാണിച്ചു തരുന്നുണ്ട്. ഈ ഒട്ടും വിലയില്ലാത്ത പുള്ളിമാന്റെ രക്തകണത്തിൽ നിന്നാണ് കോടാനുകോടി വിലയുള്ള കസ്തൂരി ഉണ്ടാകുന്നത്, അല്ലേ? ആ പുള്ളിമാന്റെ രക്തത്തെ നമ്മൾ പരിപാലിക്കുമ്പോൾ അത് എന്തായി മാറുന്നുണ്ട്? കോടിക്കണക്കിന് രൂപ വിലയുള്ള കസ്തൂരിയായി മാറുന്നുണ്ട്. ഒരു മൂല്യവുമില്ലാത്ത ചില സംഗതികളെ നന്നായി പരിപാലിച്ചാൽ പട്ടുനൂലായി മാറുന്നുണ്ട്. ലക്ഷങ്ങൾ വിലയുള്ള പട്ടുനൂലായി മാറുന്നുണ്ട്. അങ്ങനെ ചില സംഗതികളൊക്കെ ഉണ്ട് എന്നാണ്. ഇപ്പോ ഒരു വിലയില്ലാത്ത വൈക്കോലുണ്ട്. വൈക്കോലുമായി പശു ബന്ധം സ്ഥാപിക്കുമ്പോൾ നല്ല ശുദ്ധമായ പാല് നമുക്ക് കിട്ടുന്നുണ്ട്. പൂമ്പൊടിയുമായി തേനീച്ച ബന്ധം ചേർക്കുമ്പോൾ നല്ല വില കൂടിയ തേൻ നമുക്ക് കിട്ടുന്നുണ്ട്. ഇതൊക്കെ പടച്ചോന്റെ ദുന്യവിയായ സൃഷ്ടികളിൽ അവൻ കാണിച്ചു തരുന്ന അത്ഭുതങ്ങളാണ്. നിമിഷാർദ്ധം കൊണ്ട് ഒരു വിലയില്ലാത്ത സാധനത്തിനെ കോടാനുകൂടി വിലയുള്ളതാക്കി മാറ്റുന്നുണ്ട് ആര്? അല്ലാഹ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കയ്യിൽ കോടാനുകൂടി വിലയുള്ളതാക്കി മാറ്റാൻ പറ്റുന്ന ചില റോ മെറ്റീരിയൽസ് പടച്ചോൻ തന്നിട്ടുണ്ട്. അതാണ് ദിക്റുല്ലാഹ്. എന്താണ് ദിക്റുല്ലാഹ്? സംഗതി വെറുതെ ഇങ്ങനെ അങ്ങോട്ട് ചൊല്ലുന്നതിലല്ല, അതിന്റെ അന്തസത്തയിലേക്ക് കടന്നിട്ട് ദിക്റിലായി ജീവിക്കുമ്പോൾ, ആ ബോധ്യത്തിൽ ദിക്ർ ചൊല്ലുമ്പോൾ നമ്മൾ തന്നെ മാറിപ്പോകുമെന്ന് പഠിപ്പിക്കുന്നുണ്ടല്ലോ മുഹമ്മദുർ റസൂലുള്ളാഹ്. നമ്മൾ ആദ്യം ചൊല്ലുമ്പോൾ വെറും ഒരു അക്ഷരമായിരിക്കും. ഇപ്പൊ ഖാഫ് വെറും ഒരു അറബ് ലെറ്ററാണ്. എന്നാൽ ഖുർആനിൽ ഒരു ആയത്തുണ്ട്, ഖാഫ് സമ്പൂർണമായ
ഒരായത്തായി അത് മാറി. അപ്പൊ അതിന്റെ അർത്ഥതലങ്ങളിലേക്ക് കോടാനുകൂടി രഹസ്യങ്ങളുള്ള ഒരു വാചകമായിട്ട് ഖുർആനിലെ കാഫ് മാറുമ്പോ അള്ളാഹുവിന്റെ ദിക്റിലേക്ക് നമ്മൾ ഇറങ്ങുന്ന സമയത്ത് രഹസ്യങ്ങളുടെ താക്കോൽ നമുക്ക് തുറന്നു തരപ്പെടുകയാണെന്ന് അള്ളാഹുവിന്റെ സ്വാലിഹ്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെയുള്ള മുത്തഖീങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങൾ ചിന്തിച്ചു നോക്കി, ഇപ്പൊ ഈ ബോംബ് എന്ന് പറയുന്നൊരു സാധനം കാണുമ്പോൾ ചെറുതാ, അതിൻ്റെ അകത്ത് കുറച്ച് നമ്മൾ വില കുറഞ്ഞത് എന്ന് മനസ്സിലാക്കണ കുറച്ച് സാധനങ്ങൾ ഒരുമിച്ച് കൂട്ടിയിട്ടത് ബോംബായി മാറുമ്പോൾ 40 നിലയുള്ള കെട്ടിടങ്ങളെ തകർക്കാനായിട്ട് എന്ത് മതി? ആ ബോംബ് മതി. നോക്കുമ്പോൾ വളരെ വില കുറഞ്ഞ സാധനമാണ്, എന്നാൽ ഏറ്റവും വില കൂടിയ സാധനമാണ് നമ്മുടെ കയ്യിലുള്ളത്. വലദിക്റുല്ലാഹി അക്ബർ. ഏറ്റവും വലുതെന്താ? ആ ദിക്റിന്റെ വാല്യൂ പറഞ്ഞാൽ അതൊരു ബോംബായിട്ട് മാറും. ഹബീബ് റസൂലുള്ളാഹ് തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, അവസാന കാലത്ത് ഒരു വിഭാഗം വരും, സത്യസന്ധരായ മനുഷ്യർ. അവര് അള്ളാന്റെ മാർഗത്തിൽ പ്രതിരോധം തീർക്കാൻ വേണ്ടിയിട്ട് ഒരു യുദ്ധത്തിന് പുറപ്പെടും. അവർക്കൊരു നേതാവുണ്ടാവും. ഒരു സമുദ്രത്തിന്റെ ഇപ്പുറത്ത് നിൽക്കുമ്പോൾ ശത്രുക്കളുടെ വലിയ കോട്ടകൾ അവരിങ്ങനെ കാണും, വലിയ കോട്ടകൾ കണ്ട് പേടിച്ചു നിൽക്കണ സമൂഹത്തിന്റെ മുമ്പിൽ അവരുടെ ശൈഖ് പറയുന്ന ഒറ്റ വാക്കാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുമ്പോഴേക്ക് ആ കോട്ടകൾ തകർന്നു വീഴുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. അതാണ് ദിക്റുള്ളയുടെ ഫലം. നമ്മൾ ദിക്റിലായി അമല് ചെയ്യുമ്പോൾ ദിക്ർ ആയുധമായി മാറുന്നതാണ്. ദിക്ർ ആയുധമായി മാറും. എന്തിനേറെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ പോലും അങ്ങനെ ഉണ്ടായിട്ടില്ലേ? ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ റസൂലുള്ള ഇങ്ങനെ കിടന്നുറങ്ങണ സമയത്ത് ഒരു മരച്ചോട്ടിലാണ് ഒരു മനുഷ്യൻ വന്നിട്ട് വാളെടുത്തിട്ട് ചോദിക്കണം, മുഹമ്മദേ, ആരുണ്ട് നിന്നെ രക്ഷപ്പെടുത്താൻ? നബി തങ്ങൾ ടെൻഷൻ അടിച്ചില്ല. അവിടുത്തെ അതരങ്ങളിൽ നിന്ന് ഫലമുള്ള ദിക്റാണ് പുറത്തേക്ക് വന്നത്. അല്ലാഹ് പറഞ്ഞപ്പോഴേക്ക് ആ മനുഷ്യന്റെ കയ്യിൽ നിന്ന് മുറുക്ക പിടിച്ച വാളാണ്, വെറുതെ ഇങ്ങനെ വിരലിൽ പിടിച്ചതല്ല. റസൂലുള്ളാഹിനെ കൊല്ലാൻ പോണത് പോലെ കയ്യിൽ വാള് മുറുകെ പിടിച്ചിട്ട് നിൽക്കാൻ. അവന്റെ മുമ്പിൽ റസൂലുള്ള ഒറ്റ വാക്യേ പറഞ്ഞുള്ളൂ, അല്ലാഹ്. വാള് താഴെ വീണു. ഉടനെ നബി തങ്ങൾ വാളെടുക്കാൻ, ആരുണ്ട് നിന്നെ രക്ഷിക്കാൻ? സയ്യിദുനാ റസൂലുള്ളാഹ്. അല്ലേ? അതാണ് ദിക്റുള്ളാഹിയുടെ ഫലം. നമുക്കിതിന്റെ വാല്യൂ മനസ്സിലാകണില്ല. നമ്മൾ ഈ അനുഭവിക്കണം മുഴുവൻ ടെൻഷനും ദിക്റുള്ളാഹ് നമ്മുടെ ജീവിതത്തിൽ ഫലം ചെയ്യാത്തത് കൊണ്ടാണ്. ദിക്റുണ്ടോ? സമാധാനമുണ്ട്. ദിക്റില്ലേ? ടെൻഷൻ, നരകം. ദുനിയാവിലും നരകം, ആഖിറത്തിലും നരകം. ദുനിയാവിലും നരകമാണ്. ടെൻഷൻ ഉണ്ടാവും, ഭയങ്കര സമാധാനക്കേടായിരിക്കും, ഒരു സ്വസ്ഥത ഉണ്ടാവൂല, ഉറങ്ങാൻ തോന്നൂല, നിസ്കരിക്കാൻ പോലും തോന്നൂല. എന്തേ? ദിക്ർ ഫലം ചെയ്തിട്ടില്ല. ചിലപ്പോൾ ഹദ്ദാദൊക്കെ ഇരുന്ന് ചൊല്ലണ്ടാവും, പക്ഷേ ഹദ്ദാദ് ഖൽബിലേക്ക് ഫലം ചെയ്തിട്ടില്ല. ഖൽബിൽ ഫലം ചെയ്താൽ ഖാലിദ് ഇബ്നുൽ വലീദ് യുദ്ധത്തിനിറങ്ങണ സമയത്ത് അവിടുത്തെ ഏറ്റവും വലിയ ആയുധം ബിസ്മില്ലാഹ്. ക്രിസ്ത്യാനികൾ വന്നിട്ട് വീര്യം കൂടിയ വിഷം കൊടുക്കാൻ ഖാലിദ് ഇബ്നുൽ വലീദിന്റെ കയ്യിൽ. നിങ്ങൾ ഈ വിഷം കുടിച്ചിട്ട് മരിച്ചില്ലെങ്കിൽ ഞങ്ങൾ ഇസ്ലാമിലേക്ക് വരാം. വിഷമെടുത്തു. ബിസ്മില്ലാഹില്ലദി ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർദി വലാ ഫിസ് സമാഇ വഹുവ സമീഉൽ അലീം. കുടിക്കാൻ. പിന്നെ 20 കൊല്ലാണ് ജീവിച്ചിരുന്നത് സയ്യിദുനാ ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു അൻഹു. ദിക്റിന്റെ ഫലം. സുലൈമാൻ നബി, ആസഫ് ഇബ്നു ബർഹിയ സുലൈമാൻ നബിയുടെ മുമ്പിൽ ബൽഖീസിന്റെ സിംഹാസനം നിമിഷാർത്ഥം കൊണ്ട് എത്തിച്ചു കൊടുത്തില്ലേ? ആയിരക്കണക്കിന് കിലോമീറ്റർ അപ്പുറമുള്ള സഭയിൽ നിന്ന്. യാദൽ ജലാലി വൽ ഇക്റാം എന്ന ദിക്റിന്റെ ഫലം. അപ്പൊ ദിക്റിൽ നമ്മൾ അമല് ചെയ്യുകയാണെങ്കിൽ അള്ളാഹു നമുക്ക് ഫലം തരുമെന്ന് അള്ളാഹുവിന്റെ സ്വാലിഹ്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അതിന്റെ ഫലം തിരിച്ചറിയണം. ഇപ്പൊ പണ്ട് മുതലേ ആറ്റം ബോംബ് ഉണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണ്ടായിരുന്നില്ലേ? പണ്ട് മുതലുണ്ടായിരുന്നു. പക്ഷെ അത് കണ്ടുപിടിക്കാൻ പറ്റിയ ശാസ്ത്രജ്ഞർ വന്നപ്പോഴാണ് അങ്ങനെ ഒരു ബോംബായിട്ട് രൂപാന്തരപ്പെട്ടത്. മനുഷ്യൻ ഉണ്ടാകുന്നതിന് മുമ്പ് സൂര്യൻ ഇവിടെ ഉണ്ട്, അല്ലേ? സൂര്യൻ ഇവിടെ ഇല്ലേ? ഈ സൂര്യനിൽ നിന്ന് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കാം എന്നുള്ളത് കണ്ടുപിടിച്ചിട്ട് പതിറ്റാണ്ടുകളായിട്ടുണ്ട്, അല്ലേ? നിങ്ങൾ പറയാണോ? അല്ലേ? അപ്പൊ ഇത്തരം ചില അത്ഭുതങ്ങൾ നിറഞ്ഞ ദിക്റുകൾ നമ്മുടെ ഹൃദയത്തിലേക്ക് അള്ളാഹുവിന്റെ സ്വാലിഹ്യങ്ങൾ സന്നിവേശിപ്പിച്ചു തന്നാൽ ഇതുപോലെ പല അത്ഭുതങ്ങളും നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നതാണ്. ഇപ്പോ നമ്മൾ ഈ പതിവായി ചൊല്ലുന്ന ഈ ദിക്ർ അള്ളാഹുവിന്റെ ഔലിയാക്കൾ ക്രോഡീകരിച്ചതാണ്. നമ്മൾ ചൊല്ലുന്ന മുഹീദ്ദീൻ റാത്തീബ്, റിഫാഇ റാത്തീബ്, ഷാദുലി റാത്തീബ്, ഈ ദിക്റുകളൊക്കെ അള്ളാഹുവിന്റെ ഔലിയാക്കൾ. അതാണ് ആ എണ്ണത്തിൽ പോലുമുള്ള വ്യത്യസ്തതകൾ. ആ എണ്ണത്തിൽ അവരത്രമേൽ വലിയ അത്ഭുതങ്ങൾ ദർശിച്ചിട്ടുണ്ട്. നമുക്കത് ദർശിക്കാൻ പറ്റാത്ത എന്തുകൊണ്ടാ? നമ്മൾ അള്ളാഹിനെ തിരിച്ചറിഞ്ഞിട്ടില്ല, നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്ക് ഇറങ്ങിയിട്ടില്ല, നമ്മളിപ്പോഴും ലാ ഇലാഹ ഇല്ലല്ലാഹിൽ അധ്വാനിക്കുന്നില്ല,
നമ്മൾ അള്ളാഹുവിന്റെ സ്വാലിഹീങ്ങളുടെ വഴിയെ നടക്കുന്നില്ല. അതുകൊണ്ടാണ് ആ ദിക്ർ ചൊല്ലിയിട്ട് നമുക്ക് ഫലം ആസ്വദിക്കാൻ പറ്റാത്തത്. ഇപ്പൊ ഷാദുൽ ഇമാമൊക്കെ അവരുടെ ദിക്റിനിടയിൽ പ്രത്യേകമായ ചില അനക്കങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു എന്നാണ്. ഷാദുൽ റാത്തീബിൽ പങ്കെടുത്ത ആരെങ്കിലും ഉണ്ടോ? പങ്കെടുത്തിട്ടുണ്ടോ? കാണുമ്പോൾ ചില പുത്തൻവാദികൾക്കൊക്കെ പരിഹസിക്കാനുള്ള ഒരു സംഗതിയായിട്ടൊക്കെ തോന്നും. ചാട്ടമുണ്ട്, പക്ഷെ അത് വെറും ഒരു ചാട്ടമല്ല. നമ്മളിങ്ങനെ വെറുതെ ചാടിക്കൊണ്ട് ചൊല്ലുന്നതും ദിക്റിൽ ലയിച്ചിട്ട് എല്ലാം മറന്ന് അവിടെ അവനും അള്ളാഹുവും മാത്രമേ ഉള്ളൂ ആ ചാട്ടത്തിൽ. അത് ഷാദുൽ ഇമാമിന്റെ ദിക്ർ അങ്ങനെയാണ്. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ സ്വഹാബത്തിരുന്ന് ഇങ്ങനെ ദിക്ർ ചെല്ലുമ്പോ മരച്ചില്ലകൾ ആടുന്നത് പോലെ ആടിയിരുന്നു എന്നാണ് ഹബീബ് റസൂലുള്ളാഹി. ദിക്റിൽ ലയിക്കുന്നത് എങ്ങനെയാണ്? മൗലവി ത്വരീഖത്ത് എന്ന് പറഞ്ഞൊരു ത്വരീഖത്ത് നിങ്ങളുണ്ടോ? മൗലവി ത്വരീഖത്ത് ഇമാം റൂമി റഹിമഹുള്ളയുടേതാണ്. അതിലൊരു കറക്കമൊക്കെ ഉണ്ട്. മൗലവി ത്വരീഖത്ത്, മൗലവി അല്ല മൗലവി, അതൊരു പേർഷ്യൻ ലാംഗ്വേജ് ആണ്. മൗലവി എന്നാ പറയാ. അള്ളാഹുവിൽ ലയിച്ചിട്ട് കറങ്ങാൻ. ഇപ്പൊ ഞാൻ കഴിഞ്ഞ ആഴ്ച നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ എന്നറിയില്ല, മുമ്പ് പലപ്പോഴും പെട്ടതുപോലെ കഴിഞ്ഞ ആഴ്ച ഒരു കല്യാണത്തിൽ ഒരു സൂഫി ഡാൻസിൽ പെട്ടുപോയി. കുറെ പെണ്ണുങ്ങൾ വന്നിരുന്ന് എന്തൊക്കെയോ പാട്ടിട്ട് കിടന്ന് കറങ്ങുക. അതൊന്നും അല്ല സൂഫി ഡാൻസ്. സൂഫി ഡാൻസ് എന്ന് പറയുന്ന ഒരു സംഗതിയും അങ്ങനെ തന്നെ ഇല്ല. അള്ളാഹുവിൽ ലയിച്ച് ചില തസൗഫിന്റെ ആളുകളിൽ നിന്ന് സംഭവിക്കുന്ന അത്തരം ചില കറക്കങ്ങൾ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ എത്യോപ്യയിൽ നിന്ന് വന്ന സ്വഹാബത്ത് കറങ്ങിയിട്ടുണ്ട്. അവർ തുള്ളിച്ചാടി കളിച്ചിട്ടുണ്ട് എന്നാണ് ദിക്റിലിട്ട് പുന്തിരബിയെ പുകഴ്ത്തി പാടിയിട്ടുണ്ട്. അതും ഈ കാണുന്ന പേക്കൂത്തും രണ്ടും രണ്ടായി മനസ്സിലാക്കണം. അപ്പൊ അള്ളാഹുവിൽ ലയിച്ചു കഴിയുമ്പോൾ, ദിക്റിലൂടെ ലയിച്ചു കഴിയുമ്പോൾ അവിടെ പിന്നെ ആര് മാത്രമേ ഉള്ളൂ? നമ്മളും പടച്ചവനും മാത്രമേ ഉള്ളൂ. അള്ളാഹിനെ മാത്രമേ നമുക്ക് ദർശിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ദിക്ർ ചൊല്ലുന്ന ആളുകളായാൽ നമുക്ക് സമാധാനം ആസ്വദിക്കാൻ പറ്റും. അള്ളാഹു അങ്ങനെയുള്ള മുത്തഖീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. يا أكرم الخلق ما لي من ألوذ به سواك عند حلول الحادث العميم الله الله لا إله إلا أنت يا حي يا قيوم لا إله إلا أنت يا حي يا قيوم لا إله إلا أنت يا حي يا قيوم إلهي أظهر إلى ظاهري سلطان لا إله إلا الله إلهي أظهر إلى ظاهري سلطان لا إله إلا الله إلهي أظهر إلى ظاهري سلطان لا إله إلا الله وحقق باطني بحقائق لا إله إلا الله وحقق باطني بحقائق لا إله إلا الله وحقق باطني بحقائق لا إله إلا الله. ദിക്റുകളിലെ ഏറ്റവും ശ്രേഷ്ഠമായ ദിക്ർ അല്ലേ ലാ ഇലാഹ ഇല്ലല്ലാഹ്. എനിക്ക് അല്ലാഹ് അല്ലാതെ ആരുമില്ല. ലാ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ എല്ലാത്തിനെയും നിഷേധിക്കാൻ ഒന്നുമില്ല, ആരുമില്ല, ആരുമില്ല. ആദ്യം തന്നെ അതാണ് പറയുന്നത്. ലാ ഇല്ല, എനിക്ക് ആരുമില്ല, ഒന്നുമില്ല എൻ്റെ റബ്ബല്ലാതെ. ഇലാഹായിട്ട്, കൂടപ്പിറപ്പായിട്ട്, രക്തബന്ധങ്ങളായിട്ട്, ഇണയായിട്ട്, എല്ലാമായിട്ടും എനിക്ക് അവൻ തന്നതല്ലാതെ ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് അവനല്ലാതെ ഒന്നുമില്ല. എന്നിലുള്ളത് ആര് മാത്രമാണ്? അവനെ തിരിച്ചറിഞ്ഞുകൊണ്ട് ചൊല്ലേണ്ട ദിക്റാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. മനസ്സറിഞ്ഞു ചൊല്ലൂലേ? ഖൽബിലേക്ക് തട്ടണം. എൻ്റെ കൂടെ എൻ്റെ റബ്ബുണ്ട് എന്നുള്ള ബോധ്യം.
ആ ബോധ്യത്തിൽ ചൊല്ലുമ്പോഴാണ് ദിക്റൊക്കെ ഫലം ചെയ്യേണ്ടത്. നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, ആഴക്കടലിലേക്ക് നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അല്ലേ, ആഴക്കടലിലേക്ക് ഒരു മനുഷ്യനെ വലിച്ചെറിഞ്ഞാൽ പിന്നെ രക്ഷപ്പെടൂ ഇല്ല. അതുപോലെ മത്സ്യം വിഴുങ്ങുക കൂടെ ചെയ്താലോ, അവിടുന്ന് യൂനുസ് നബി രക്ഷപ്പെട്ടത്. ലാ ഇലാഹ ഇല്ലാ അൻത, നീയല്ലാതെ എനിക്ക് ആരുമില്ല പടച്ചോനെ, നീയല്ലാതെ ആരുമില്ല. ആ ബന്ധത്തിന്റെ തീവ്രതയാണത്. നീയല്ലാതെ ആരുമില്ല. അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്, നീയല്ലാതെ എനിക്ക് ആരുമില്ല. ജദ്ദിദു ഈമാനക്കും വനവ്വിറൂ ഖുലൂബക്കും വസയ്യിനൂ അൽസിനതക്കും വലഖിനൂ മൗതാക്കും ബിഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹ് 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 لا إله إلا الله 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 لا إله
إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله ഒരു മിനിറ്റ് ഒരു ഇഖ്ലാസ് ചോർന്നു പോകുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ടോ? ചിലപ്പോഴേക്കും നമ്മളൊക്കെ വലിയ ഇൽമില്ലാത്ത ആളുകളായിരിക്കും. ചില ആളുകൾക്ക് എന്നോട് ചോദിച്ചു, ഉസ്താദേ ദിക്റൊക്കെ ചൊല്ലുന്നുണ്ട്, വലിയ ഇൽമൊന്നുമില്ല, അല്ലാഹ് സ്വീകരിക്കുമെന്ന്. നിങ്ങൾ കണ്ടിട്ടില്ലേ, ചിലപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് പോലും ആകാത്ത ആളുകളായിരിക്കും ചിലപ്പോൾ രാഷ്ട്രപതിയൊക്കെ ആകുന്നത്. കണ്ടിട്ടുണ്ടോ? രാഷ്ട്രീയത്തിൽ പഞ്ചായത്ത് തലത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ടാവില്ല, ഒരു MLA ആയിട്ടുണ്ടാവില്ല, MP ആയിട്ടുണ്ടാവില്ല, കേന്ദ്രമന്ത്രി ആയിട്ടുണ്ടാവില്ല. പക്ഷെ രാഷ്ട്രപതിയായി അവരെ തെരഞ്ഞെടുത്തു കഴിഞ്ഞാൽ പിന്നെ MLAക്കും MP-ക്കും എന്തിനേറെ പ്രധാനമന്ത്രിക്കും മുകളിലാണ് ആരുള്ളത്? അള്ളാഹുവിനുണ്ട് അങ്ങനെ ചില തെരഞ്ഞെടുപ്പുകൾ എന്നാണ്. ദിക്റിലൂടെ അള്ളാഹിനെ അറിഞ്ഞ് അള്ളാഹുവിലേക്ക് ലയിച്ചവരെ അവന് തിരഞ്ഞെടുത്തൂടെ? നമ്മൾ അവനെ മനസ്സിലാക്കിയിട്ടില്ല. ചിലരെന്നോട് ചോദിച്ചു, ഉസ്താദ് ഈ മരിച്ച ആൾക്കാർ കേൾക്കുമെന്നാണ്. ഞങ്ങൾ അതുമായി ബന്ധപ്പെട്ട് 1-2 വിശദീകരണങ്ങളും ഒക്കെ നടത്തി വീഡിയോ ഒക്കെ എടുത്തതാണ്. പക്ഷെ എൻ്റെ ഇടയിൽ ഒരാൾ വന്നിട്ട് ഇങ്ങനെ ചോദിച്ചു, ഉസ്താദെ മരിച്ചവർ കേൾക്കൂലല്ലോ എന്നാണ്. മരിച്ചവർ കേൾക്കോ? എൻ്റെ ഒരു ഉസ്താദിനോട് ഒരാൾ ചോദിച്ചു, ഉസ്താദെ മരിച്ചവർ കേൾക്കോ? അപ്പൊ അദ്ദേഹം തിരിച്ചു ചോദിച്ചു, ജീവിച്ചിരിക്കുന്നവർ കേൾക്കോ? ജീവിച്ചിരിക്കുന്നവർ കേൾക്കോ? നിങ്ങളൊന്നും പറയണില്ലല്ലോ. ജീവിച്ചിരിക്കുന്നവർ കേൾക്കോ? ആര് കേൾപ്പിക്കണം? പറയണ കേട്ടതൊന്നും മരിച്ചവർക്ക് ഏതാണ്ട് കേൾക്കാനുള്ള കഴിവുണ്ടായിട്ടൊക്കെ ക്ലോസ് ചെയ്ത് വെച്ചേക്കാണെന്ന്. ഒരാൾക്കൊന്നുമില്ല. ലാ ഹൗല വലാ ഖുവത വലാ ഖുവത. ആർക്കേ ഉള്ളൂ? സമീഅ ആരാണ്? കേൾക്കുന്നവനും കേൾപ്പിക്കുന്നവനൊക്കെ ആരാണ്? ഷാഫി ഇംദാദിയാണോ? നിങ്ങളാണോ? ജീവിച്ചിരിക്കുന്നവൻ കേൾക്കൂല, പിന്നല്ലേ മരിച്ചവൻ കേൾക്കണം? ആര് കേൾപ്പിക്കണം? ജീവിച്ചിരിക്കുന്നവനെ ആര് കേൾപ്പിക്കണം? മരിച്ചവനെ ആര് കേൾപ്പിക്കണം? അങ്ങനെ കേൾപ്പിക്കാൻ അള്ളാഹ്ക്ക് കഴിവില്ലേ? അങ്ങനെ ഒരു അള്ളാഹിനെ ഞങ്ങൾ വിശ്വസിക്കണത്? ചില ആൾക്കാരുണ്ട്, ഒരു ഹദീസ് ഉണ്ടല്ലോ, അതായത് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, നമ്മളൊരു മനുഷ്യനെ കബറടക്കിയിട്ട് അവിടെ നിന്ന് തിരിച്ചു വരുമ്പോൾ അവന്റെ ചെരുപ്പിന്റെ അടി ശബ്ദവും ആര് കേൾക്കും? കബറാളി കേൾക്കും. ആ ഹദീസ് അത്രേ കേൾക്കുള്ളൂ, പിന്നെ അപ്പുറത്തോട്ട് കേൾക്കൂല. എന്തേ? അവിടെ ആകുമ്പോഴത്തേക്കും ചെവി അങ്ങ് അടഞ്ഞു പോകും. ആരാണ് ഈ ജാതി കോമഡികളൊക്കെ അടിച്ചിറക്കണമെന്ന്? ഒരു ബുദ്ധി വേണ്ടേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത് പഠിപ്പിക്കുമ്പോൾ ബുദ്ധിയുള്ള മനുഷ്യൻ എന്താ ചിന്തിക്കേണ്ടത്? മരിച്ചവനെ ആര് കേൾപ്പിക്കും? അതല്ലേ ചിന്തിക്കേണ്ടത്. ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹ് അവിടുന്ന് പഠിപ്പിക്കുന്നുണ്ട്, ലയൻസിലന്ന ഈസാ നബി ഇറങ്ങി വരും, ദജ്ജാലിനെ കൊല്ലും, എല്ലാം ചെയ്തിട്ട് സുമ്മ ലഇൻ ഖാമ അലാ ഖബ്രി,
എൻ്റെ ഖബറിന്റെ അടുക്കൽ വന്നു നിൽക്കും. ഫഖാല യാ മുഹമ്മദു, മുഹമ്മദ് നബിയെ എന്നെ സഹായിക്കണേ എന്ന അർത്ഥത്തിൽ വിളിക്കും. ല ഉജീബന്നഹു, ഞാൻ ഉത്തരം ചെയ്യും. സയ്യിദുനാ റസൂലുള്ളാഹ് കേൾക്കാണ്ട ഉത്തരം ചെയ്യണം ആണോ? അപ്പൊ ജീവിച്ചിരിക്കുന്നവരാകട്ടെ മരിച്ചവരാകട്ടെ ആര് കേൾപ്പിക്കും? അതിന് കഴിവുള്ളവനാണ് ആര്? അവൻ കേൾപ്പിച്ചില്ലെങ്കിലും മരിച്ചവർ മാത്രമല്ല, ജീവിച്ചിരിക്കുന്നവർ കേൾക്കുവോ? ഇതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ കൽബിൽ വെളിച്ചം കിട്ടണം. കൽബ് സീല് വെക്കപ്പെട്ടാൽ ഖുർആനോതും, വലിയ അർത്ഥമൊക്കെ പറയും. തലയിൽ ഇങ്ങനെ പപ്പടത്തിന്റെ വട്ടത്തിൽ നിസ്കാരത്തഴമ്പൊക്കെ ഉണ്ടാവും. അള്ളാഹ് കൽബിലുണ്ടാവൂല, കൽബിൽ അള്ളാനെ കിട്ടൂല. ഒരു 11 തവണ കൂടെ ചൊല്ലിക്ക്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, 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 ലാ ബിഹഖി ലാ ഇലാഹ ഇല്ലല്ലാഹ്, ബിഹഖി ലാ ഇലാഹ ഇല്ലല്ലാഹ്, ബിഹഖി ലാ ഇലാഹ ഇല്ലല്ലാഹ്. ثم ارتضى عن أبي بكر وعن عمر وعن علي وعن عثمان ذي الكرم مولاي سعد سعيد الزبير طلحة وأبي عبيدة وابن عوف عاشر الكرم مولاي يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي അതുപോലെ തന്നെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ റിലീഫ് പദ്ധതിയിലൂടെ ഒരുപാട് ആളുകൾക്ക് ആശ്വാസം നൽകാൻ പടച്ചറബിൻ്റെ കാരുണ്യത്തിലൂടെ നമുക്ക് കഴിയുന്നുണ്ട്. പ്രയാസങ്ങൾ അനുഭവിക്കുന്ന, അസുഖങ്ങളാൽ ബുദ്ധിമുട്ടുന്ന, വളരെയധികം കടങ്ങൾ അനുഭവിക്കുന്ന പണ്ഡിതന്മാരും അല്ലാത്തവരും ഒക്കെയായ ആളുകളിലേക്ക് നമ്മുടെ സഹായം ചെന്നെത്തുന്നുണ്ട്. ഈ പരിശുദ്ധമായ അള്ളാഹു ബഹുമാനിച്ച ഈ മാസത്തിൽ, ഈ പരിശുദ്ധമായ ആദ്യത്തെ തിങ്കളാഴ്ച രാവിലെ നിങ്ങളെക്കൊണ്ട് കഴിയുന്ന നല്ലൊരു ഹദിയ തന്നെ, ചുരുങ്ങിപ്പോകണ്ട, അള്ളാഹുവിന് വേണ്ടി നല്ല മനസ്സോടുകൂടെ കൊടുക്കാൻ കഴിഞ്ഞാൽ പടച്ചോ നമ്മുടെ കാര്യങ്ങൾ ഏറ്റെടുക്കുമല്ലോ. ഈ ദിക്റിൻ്റെ ഹൽക്കയിൽ വെച്ച് നല്ല നീയച്ചിൽ എല്ലാവരും നൽകുക. അള്ളാഹു റബ്ബുൽ ആലമീൻ കബൂൽ ചെയ്യട്ടെ. ഈ കാണുന്ന റിലീഫ് നമ്പറുകളിലേക്കോ ആ കാണുന്ന QR കോഡുകളിലേക്കോ നിങ്ങൾക്ക് കഴിയുന്നത് പോലെ മനസ്സറിഞ്ഞ് ഏത് നെയ്യത്ത് മനസ്സിൽ വെച്ചിട്ടാണെങ്കിലും അള്ളാഹുവിന് വേണ്ടി നമ്മൾ കൊടുത്താൽ നമ്മുടെ കാര്യങ്ങളൊക്കെ അള്ളാഹു നടത്തിത്തരുമെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതാണല്ലോ. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നേരത്തെ നമ്മൾ പറഞ്ഞ വിഷയം പറയുമ്പോഴേ ചിലരൊക്കെ ചോദിക്കും, ഉസ്താദെ ഖുർആനിലൊരായത്തില്ലേ ഇന്നക ലാ തുസ്മിഉൽ മൗത, നബിയെ
നിങ്ങൾക്ക് മരിച്ചോരെ കേൾപ്പിക്കാൻ പറ്റൂല എന്ന് ഖുർആനിലില്ലേ? പിന്നെ എങ്ങനെയാ മരിച്ചോര് കേൾക്കണം? മരിച്ചോര് കേൾക്കൂല എന്ന ആയത്തിലുണ്ടോ? എന്താ ആയത്തിലുള്ളത്? എന്താ നബിയെ നിങ്ങൾക്ക് മരിച്ചോരെ? എനിക്ക് പറ്റൂന്നേ, നിങ്ങൾക്ക് പറ്റൂല. അതെന്താ പറയണത്? നിങ്ങൾക്ക് കേൾപ്പിക്കാൻ പറ്റൂല, കേൾപ്പിക്കണത് ഞാനല്ലേ, ഞാൻ കേൾപ്പിക്കും. നമുക്കെന്തെങ്കിലും പറ്റുമോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾക്ക് പോലും സ്വന്തം ഇതിന് കൊണ്ട് ചെറുവിരൽ അനക്കാൻ പറ്റുമോ? ആരാ അനക്കിപ്പിക്കണത്? നിങ്ങൾക്ക് പറ്റൂല, എനിക്ക് പറ്റും. മറ്റൊരാശയം എന്താണ്? അതാണ് ഏറ്റവും പ്രധാനമായത്. ആ പറഞ്ഞത് ഹൃദയം സീലി വെക്കപ്പെട്ടവരാണ്, ഒരു മരിച്ചവരെ പോലെയാണ്, കൽബിലോട്ടൊന്നും കയറൂല. നമുക്കിടയിൽ തന്നെ എന്തോരു ഉദാഹരണങ്ങളുണ്ട്. എത്ര നല്ലത് പറഞ്ഞു കൊടുത്താലും കൽബിലോട്ട് കയറൂല. കാരണം ഖത്തമല്ലാഹു അലാ ഖുലൂബിഹിം, അവരുടെ ഹൃദയത്തിൽ അള്ളാഹു സീലി വെച്ചിട്ടുണ്ട് എന്ന് ഖുർആൻ. അവരെ അള്ളാഹു ഉപമിച്ചത് മരിച്ചുപോയവരെ പോലെയാണെന്ന്. അല്ലാതെ മരണപ്പെട്ട ആളുകൾ കേൾക്കൂല എന്ന് പരിശുദ്ധ ഖുർആനിൽ എവിടെയുമില്ല, പരിശുദ്ധ ഹദീസിൽ എവിടെയുമില്ല. കേൾക്കുമെന്നാണ് ഹദീസിലുള്ളത്. അള്ളാഹു ഉൾക്കൊള്ളാൻ നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. അള്ളാഹ് നമ്മുടെ ഖൽബ് തുറന്നു തരണം, അല്ലേ? മനസ്സറിഞ്ഞ് ദുആ ചെയ്ത് അല്ലാഹുമ്മ ത്വഹിർ ഖുലൂബനാ അൻ ഗൈരിക് വനവ്വിർ ഖുലൂബനാ ബിനൂരി മഅരിഫതിക് ബിഹഖ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ ത്വഹിർ ഖുലൂബനാ അൻ ഗൈരിക് വനവ്വിർ ഖുലൂബനാ ബിനൂരി മഅരിഫതിക് ബിഹഖ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ ത്വഹിർ ഖുലൂബനാ അൻ ഗൈരിക് വനവ്വിർ ഖുലൂബനാ ബിനൂരി മഅരിഫതിക് ബിഹഖ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടുപേര് സ്വലാത്തോടെ ചൊല്ലിട്ട് നമുക്ക് ദ്വാരക്കാം. ഏത് ദുആയും അല്ലാഹ് സ്വീകരിക്കണമെങ്കിൽ എൻ്റെ മേൽ സ്വലാത്ത് വേണമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. ആദി ഔവൽ മഹിതരായി പാടച്ചു വെച്ച മുഹമ്മദാർ ബദറിലും ബദലെങ്കിടുന്നോരെ കാണുവാൻ വിധിയേകല്ലാഹ്. അസ്സലാത്ത് വസ്സലാമു മഹ്ശറ മണ്ണിൽ അണയും നേരത്ത് കൈവേടിയല്ലേ യാ നബി. മൗത്തിൻ നേരത്തും ഉമ്മത്തി എന്നൂരത്തോരാണെൻ്റെ വാരിദി. അസ്സലാത്തു അലൈക യാ റസൂലല്ലാഹ് വസ്സലാത്തു വസ്സലാം അലൈക യാ ഹബീബല്ലാഹ്. ഹൗളിൻ പാനവും നൽകണേ ഞങ്ങളെ, സ്വർഗത്തിൽ കൂടെ ചേർക്കണേ. അതിമോഹമാണെന്നറിയാം തങ്ങളെ, കൈവടിയല്ലേ ഞങ്ങളെ. അസ്സലാത്തു വസ്സലാമു അസ്സലാത്തു വസ്സലാമു
അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. എല്ലാവരുടെയും ലക്ഷ്യങ്ങൾ അള്ളാഹു പൂർത്തീകരിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അർഹമുർ റഹീമായ കരുണാവാരിധിയായ അല്ലാഹ്, ഈ സദസ്സ് നീ സ്വീകരിക്കണേ തമ്പുരാനെ. ഇതിന്റെ മിസ്ൽ സവാബ് ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദ്റത്തിലേക്ക് നീ എത്തിക്കണേ അല്ലാഹ്. ഈ സദസ്സിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ഖൽബ് നീ തുറന്നു നൽകണേ അല്ലാഹ്. നിന്നെ തിരിച്ചറിയാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. പടച്ചവനെ, നിന്റെ ഹബീബിന്റെ ആശിഖീങ്ങളിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാഹ്. കരുണക്കടലായ റബ്ബേ, ഞങ്ങളിൽ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരിൽ പലരും അസുഖബാധിതരാണ്. പ്രിയപ്പെട്ട ഫൈസൽ സാഹിബ് ഹോസ്പിറ്റലൈസ്ഡ് ആണ്. അങ്ങനെ തുടങ്ങി ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും ആജിലായ ശമനം നൽകണേ അല്ലാഹ്. നീ പരിപൂർണ സൗഖ്യം നൽകണേ അല്ലാഹ്. കുടുംബങ്ങളിൽ ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്. സന്താനങ്ങളെ സ്വാലിഹീങ്ങളാക്കണേ അല്ലാഹ്. പടച്ചവനെ, സ്വന്തമായ ഒരു വീടെന്ന സ്വപ്നത്തിനായി കാത്തിരിക്കുന്നവരുണ്ട്. ഖൈറായ ഭവനം നൽകണേ അല്ലാഹ്. ഉള്ള ഭവനത്തിൽ സമാധാനം നൽകണേ അല്ലാഹ്. കരുണക്കടലായ റബ്ബേ, ഞങ്ങളുടെ തൊഴിലുകളിൽ ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്. കടബാധ്യതകൾ ഏറ്റെടുക്കണേ തമ്പുരാനെ. നിന്നെ തിരിച്ചറിയാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. സിഹറുകൾ, ഐനുകൾ, എല്ലാ പൈശാചികതകളും നീ ബാത്തിലാക്കണേ അല്ലാഹ്. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ട മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, യാ റബ്ബന, ഈ ഖബർസ്ഥാനിൽ അന്ത്യവിശ്രമം കൊള്ളുന്നവർ, മരണപ്പെട്ടവരുടെ പേരിൽ ഹത്തുമോദിയവരടക്കമുണ്ട്. എല്ലാവർക്കും നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്. ആ ഹത്തുമുകൾ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഖബറിൽ എന്ത് പ്രയാസമുണ്ടെങ്കിലും ദൂരീകരിക്കണേ അല്ലാഹ്. ഈ മഹല്ലിന്റെ വെളിച്ചമായ പ്രായം ചെന്ന ഒരുപാട് സഹോദരങ്ങൾ, യാ റബ്ബന, ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാഹ്. ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാഹ്. ഈ സിക്റിലേക്ക് ഈ നാടിന്റെ പല ഭാഗത്ത് നിന്ന് ഈ മജ്ലിസിലേക്ക് ഓടിയെടുത്ത സഹോദരിമാരുണ്ട്. ലക്ഷ്യങ്ങൾ എന്തെല്ലാം ഉണ്ടെങ്കിലും ഈ സദസ്സിന്റെ ബറക്കത്ത് കൊണ്ട് മുറാദുകളെല്ലാം നീ ഹാസിലാക്കണേ അല്ലാഹ്. യാ റബ്ബന, ഈമാൻ സലാമത്താക്കണേ അല്ലാഹ്. നാളെ മഹ്ശറിൽ വിയർപ്പിൽ മുങ്ങി കുളിച്ചു നിൽക്കുമ്പോ ആരാരും തുണയില്ലാത്ത സമയത്ത് ഹബീബേ ഖുദാ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശഫാഅത്തിൽ ഒരുമിപ്പിക്കണേ അല്ലാഹ്. എല്ലാം കഴിഞ്ഞ് നിന്റെ തിരുദർശനം ആസ്വദിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. നീ ഞങ്ങളിൽ നിന്ന് മുഖം തിരിക്കല്ലേ അല്ലാഹ്. നിന്റെ റഹ്മത്ത് തിരിച്ചറിയാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. ഈ സദസ്സിൽ ഏത് മുറാദും കൊണ്ടാണോ ഞങ്ങൾ വന്നത്, ആ മുറാദുകളെല്ലാം നീ ഹാസിലാക്കണേ അല്ലാഹ്. പ്രിയപ്പെട്ട ഫൈസൽ സാഹിബിന്റെ അസുഖങ്ങൾക്കെല്ലാം നീ ശമനം നൽകണേ അല്ലാഹ്. ചികിത്സാവശ്യാർത്ഥം അതിനുവേണ്ടി ഓടി നടന്നവരുണ്ട്, ഉറക്കമില്ലാതെ ഓടി നടന്നവരുണ്ട്. അവരുടെ പ്രയാസങ്ങളെല്ലാം നീ ദൂരീകരിക്കണേ അല്ലാഹ്. ഈ കൂട്ടായ്മയിൽ ഐക്യത്തോടെ നീ ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്. ആമീന ബിറഹ്മതിക യാ അർഹമർ റഹീമീന ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം.